നമ്മുടെ പിള്ളേര് ജോലിയില്ല എന്ന് പറഞ്ഞു നടക്കണം. അല്ല, ജോലിയുണ്ട്. നമ്മുടെ കേരളത്തിലെ യുവതി യുവാക്കൾക്ക് ജോലിയില്ല എന്ന് പറയാൻ പാടില്ല. നമസ്കാരം. നമ്മളിപ്പോ തൃശ്ശൂരാണ് നിൽക്കുന്നത്. നമ്മൾ ഇവിടെ വന്നതിന്റെ കാര്യം, കേരളത്തിൽ ജോലിയില്ലാതെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാർ നിൽക്കുന്നുണ്ട്. അപ്പം അതിനൊരു വലിയ പരിഹാരമാണ്. ഇപ്പൊ പ്രജിനോടും എന്നോടും ഒക്കെ ഡെയിലി ആൾക്കാർ വിളിച്ചു ചോദിക്കാറുണ്ട് എന്തെങ്കിലും ജോലി ഉണ്ടെന്ന്. പ്രത്യേകത എന്താന്ന് വെച്ചാൽ 99 രൂപ മുടക്കിയാൽ ലോകത്തെവിടെയാണെങ്കിലും നമുക്ക് ജോലി കിട്ടും. അതിനെ കൃത്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാൻ പറ്റും. നമുക്ക് അത് ചോദിച്ച് മനസ്സിലാക്കി കറക്റ്റ് ആയിട്ട് കാണാം. അച്ഛാ നമസ്കാരം. നമസ്കാരം. എന്താ വിശേഷം? ഞാനിവിടെ എത്തിയെന്ന് പറഞ്ഞാല് 99 രൂപയ്ക്ക് ജോലി കൊടുക്കുന്നെന്ന് പറഞ്ഞു. അപ്പൊ എന്താ എങ്ങനെയാ അതിന്റെ സംഭവങ്ങളൊക്കെ? വൈറ്റൽ ജോബ്സ് എന്ന് പറയുന്ന ഒരു ആപ്പ് അങ്ങോട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. കേരളത്തിലെ മലയാളികളായ ചെറുപ്പക്കാരും ചെറുപ്പക്കാരികൾക്കും വൈറ്റൽ ജോബ്സ് ഡൗൺലോഡ് ചെയ്താൽ നിങ്ങൾക്ക് ജോലിയുടെ സാധ്യതയുടെ ഒരു മായാ ലോകം തന്നെ തുറക്കണം. അത് എവിടൊക്കെയാ? ലോകത്തിലെ ഏതെല്ലാം രാജ്യങ്ങളിലെ നമ്മുടെ മലയാളികളായിട്ടുള്ള കമ്പനികളോ മാളുകളോ അതുപോലെ തന്നെ ഹോസ്പിറ്റലുകളോ എന്തൊക്കെ ചെയ്യുന്നവർക്ക് ആവശ്യമായിട്ടുള്ള ജോലിക്കാരെ സപ്ലൈ ചെയ്യാനായിട്ടുള്ള സംവിധാനമാണ്. അവര് ഇതിലൊക്കെ ഡീറ്റെയിൽസ് ഇട്ടിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇന്ന ജോലിക്കാരെ ആവശ്യമുണ്ട്. അപ്പൊ കേരളം മാത്രമല്ല, ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്തെവിടെയും. അപ്പൊ ഈ 99 രൂപ എന്ന് പറഞ്ഞാൽ എങ്ങനെയാ സംഭവം? ഈ 99 രൂപ കൊണ്ട് നിങ്ങൾക്ക് ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്തെടുത്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു CV റെസ്യൂം നിങ്ങളുടേത് പ്രിപ്പയർ ചെയ്ത് നിങ്ങൾക്ക് തരികയാണ്. ഇതാണ് നിങ്ങൾ മറ്റുള്ളവരുടെ കമ്പനികളിലേക്ക് ചെല്ലുമ്പോൾ നിങ്ങൾ കൊടുക്കേണ്ടത്. നിങ്ങൾ എന്താണെന്ന് അതിൽ പ്രൊഫഷണലായിട്ട് സെറ്റ് ചെയ്ത് തരികയാണ്. പലപ്പോഴും നമ്മുടെ യുവതി യുവാക്കൾക്ക് ഇതിനുള്ള അറിവുകളില്ല. ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ തന്നെ അറിയണില്ല, അത് ഫില്ല് ചെയ്യാൻ അറിയണില്ല. അപ്പൊ ഇതില് നമ്മള് ഹെൽപ്പ് ലൈൻ അടക്കിട്ടിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് വരെ കൃത്യമായിട്ട് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരു സംസ്കാരം ഉണ്ടാവണം. പലപ്പോഴും നമ്മുടെ പിള്ളേര് ജോലിയില്ല എന്ന് പറഞ്ഞു നടക്കണം. അല്ല, ജോലിയുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഈ വൈറ്റൽ ജോബ്സ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് അഭിമാനം പകരുന്ന ഒരു ഇതെന്റെ തന്നെയാണ്. തൻ്റെ കഴിവുകളെ താൻ മറ്റുള്ള മുമ്പിൽ പ്രസന്റ് ചെയ്യാതെ മറ്റുള്ളവരെ എങ്ങനെ നിന്നെ ജോലിക്ക് വിളിക്കും? തീർച്ചയായിട്ടും. അപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ എൻ്റെ ഒരു കഴിവ് മറ്റുള്ളവർ അറിഞ്ഞ അച്ഛൻ വിളിക്കടാ, എന്തേ ശീല സന്തോഷം വിളിക്കടാ, എന്തേ അവൻ ഭംഗിയായിട്ട് ചെയ്യുന്നേ. അപ്പൊ ഈ കമ്പനിക്കാർക്ക് ആവശ്യം എന്താ? നന്നായിട്ട് പ്രൊഫഷണലായിട്ട് ചെയ്യുന്ന, ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന ജോലിക്കാർ ആവശ്യമുണ്ട്. അപ്പം ഇതിലേക്ക് കമ്പനിക്കാർക്കുള്ള, അതായത് ഇപ്പോൾ ഹോസ്പിറ്റൽസോ മാളുകളോ കമ്പനികളോ NGOസിനുള്ള ഗുണം എന്ന് വെച്ചാൽ ഇതിൽ ഇവർക്ക് രജിസ്റ്റർ ചെയ്യാൻ 10 പൈസ ചെലവില്ല. മനസ്സിലായ? പക്ഷേ ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്യുന്ന വ്യക്തികൾ 99 രൂപ മാത്രം മുടക്കിയാൽ മതി നിങ്ങൾക്ക്. അപ്പൊ ഏറ്റവും വലിയൊരു പ്രത്യേകത വേറെ ഉള്ളത്, നമുക്ക് ഇഷ്ടപ്പെട്ട ജോലി സെലക്ട് ചെയ്യാം. നിങ്ങൾക്ക് നേരിട്ട് കമ്പനിക്കാരെ വിളിക്കാം. ഇപ്പൊ ഞാൻ ഒരാള് മിഡിൽമാൻ വന്നിട്ട് നിങ്ങൾക്ക് ഒരു ആദ്യത്തെ ശമ്പളം എനിക്ക് തരണം, വേണ്ട, ആ ശമ്പളം നീ എടുത്തു. നമുക്ക് ലക്ഷ്യം എന്താണെന്ന് വെച്ചാല് ലക്ഷക്കണക്കിന് 4-5 ലക്ഷം ജോലി സാധ്യതകൾ ഉണ്ട് നമ്മുടെ കേരളത്തിൽ ഒരു മാസം. പക്ഷെ ഇതൊന്നും നമ്മൾ അപ്രോച്ച് ചെയ്ത് എത്തുന്നില്ല. കേരളത്തിൽ മാത്രമായി പറഞ്ഞത്, കേരളത്തിൽ മാത്രമുണ്ട്. പുറം ലോകമാണെങ്കിൽ അതിനേക്കാൾ കൂടുതലുണ്ട്. പക്ഷെ ഞാൻ പറയില്ലേ, ജോലി നമ്മുടെ അടുത്തേക്ക് തേടി വരില്ല, നമ്മൾ ജോലി തേടി പോകണം. നമ്മൾ പലപ്പോഴും നമ്മുടെ പിള്ളേരുടെ ആവശ്യം, എടാ എനിക്കൊരു ജോലിയില്ല, നീ ഒരു ജോലി വാങ്ങിച്ചാടാ. ഈ വാങ്ങിച്ചു തരണ സാധനം അല്ലത്. അതായത് നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ആഗ്രഹിക്കണം, എനിക്കൊരു ജോലി വേണം. ഫസ്റ്റ് വൺ. സെക്കൻഡ്, നിങ്ങൾ അതിനു വേണ്ടി അധ്വാനിക്കണം. ഈ വൈറ്റൽ ജോബ്സ് എന്ന് പറയുന്ന ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ നിങ്ങൾക്കതൊരു ഹെൽപ്പറാണത്. ഈ ജോലിക്ക് അപേക്ഷിച്ചാൽ മാത്രമേ ജോലി കിട്ടത്തുള്ളൂ. നിങ്ങൾ അപേക്ഷിക്കാൻ നിങ്ങൾ ഈ റെസ്യൂം കൊടുക്കുന്നതോടുകൂടെ ഈ കമ്പനിക്കാർക്കും NGOസിനും നിങ്ങളെ കണ്ടു കഴിഞ്ഞു. ഇനി അവര് നിങ്ങളെ നേരിട്ട് വിളിക്കുകയാണ്. നിങ്ങളുടെ പ്രൊഫൈൽ കാണുമ്പോൾ ഇയാൾ എനിക്ക് ആവശ്യമുണ്ട് എന്ന് തോന്നിയാല് അവന് അതിനുള്ള എല്ലാ സാധ്യതയും, നിങ്ങളുടെ ടെലിഫോൺ നമ്പർ ഉണ്ട്, നേരിട്ട് നിങ്ങൾ വിളിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ കമ്പനിക്കാർക്ക് ഇങ്ങനൊരു ഓപ്ഷൻ, അത് അവർക്കൊരു വലിയൊരു മെച്ചാണ്. കാരണം നല്ല ക്വാളിറ്റി ഉള്ള ആൾ, അവർക്ക് 10-15 പേര് അവരെ ട്രൈ ചെയ്യും. അപ്പൊ നിങ്ങളുടെ പ്രസന്റേഷനാണ് അവരെ അട്രാക്ട് ചെയ്യുക. അപ്പൊ നിങ്ങൾ അതിന് ഒരുങ്ങിയിരിക്കണം. രണ്ടാമത്തേത്, നിങ്ങൾ ഇന്റർവ്യൂവിന് അവരവിടെ കമ്പനിയിലേക്ക് വിളിക്കും. അപ്പൊ നിങ്ങൾ എന്താണോ അവർക്ക് നീ കൈ കൊടുത്തേ, നാളെ തൊട്ട് ജോലിക്കൊന്നോളം പറഞ്ഞു കഴിഞ്ഞാല് നീ ഒന്നും ചെയ്യണ്ട, നീ ഒന്നും തരണ്ട, സന്തോഷമായിട്ട് ജോലി ചെയ്താൽ മതി. മാത്രമല്ല ജോലിക്ക് വേണ്ടി ലക്ഷക്കണക്കിന് ആൾക്കാർ പല രീതിയിലും പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അത് ഈ 99 രൂപയ്ക്ക് ഇത്ര സാധ്യത എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യം തന്നെ. നമ്മള് അതെ, ഫ്രീ ആയിട്ട് ഒരാൾക്ക് ജോലി കൊടുത്താലുണ്ടല്ലോ,
അവൻ നാളെ നമുക്ക് പണി തരും. അപ്പൊ നീ ആയിട്ട് ഫ്രീ ആയിട്ട് പണി തരോ? ആ അല്ല അത് എങ്ങനെയത്? പിന്നെ അവൻ ആലോചിക്കണത് ഫ്രീ ആയിട്ട് തന്നതല്ലേ? അല്ല, ഞാൻ 99 രൂപ കൊടുത്തിട്ടാണെങ്കിലും എൻ്റെ എഫർട്ട് ഉണ്ട്, എൻ്റെ കോൺട്രിബ്യൂഷൻ ഉണ്ട്. നമ്മൾ ഏത് കാര്യം അങ്ങനെയാണ്. നമുക്കൊരാൾ ഹോട്ടലിൽ വന്നിട്ട് ഭക്ഷണം വെച്ച് തരുമ്പോൾ കാശ് കൊടുത്തിട്ട് നമ്മൾ കഴിക്കണത്. പക്ഷെ നമ്മൾ തന്നെ വെണ്ടക്കായും തക്കാളിയും മുരിങ്ങക്കായും പരിപ്പ് കൂടിയിട്ടിട്ട് സാമ്പാർ ഉണ്ടാക്കിയിട്ട് ചോറുണ്ടല്ല, അത് നമ്മൾ ഉണ്ടാക്കിയതാണ്. നമ്മുടെ ആ ടേസ്റ്റ് വെച്ചാൽ ഞാൻ ആൾക്കാരോട് പറയണത് നമ്മുടെ ലൈഫ് ഫുൾഫിൽ ചെയ്യേണ്ടത് നമ്മളാണ്. അപ്പോൾ ശിലാ സന്തോഷ് അവൻ എന്തുമാത്രം ഓടി നടക്കുന്നു. ഞാൻ പറഞ്ഞ ശിലാ സന്തോഷം മാത്രമല്ല, അങ്ങനെയുള്ള മനുഷ്യരാവണം നമ്മൾ. മനുഷ്യരുടെ ഉള്ളിലേക്ക് കടന്നു ചെന്നിട്ട് ഇങ്ങനെ ഒരു സാധ്യതയുണ്ടാ. ജോബില്ല, ജോലിയില്ല, മാങ്ങ പൊട്ടിക്കുമ്പോ കൂടെ നിനക്ക് മാങ്ങ പൊട്ടിക്കുമ്പോ കൂടെ എത്ര പേര് മാങ്ങമേറാളില്ലടോ, തെങ്ങുമേറാളില്ല. ഞാൻ പറയാറുണ്ട്, വലിയ കസേരയിരിക്കണ ജോലി മാത്രമല്ല, നിങ്ങളുടെ പ്രൊഫൈല് നിങ്ങൾ കൊടുക്കുമ്പോൾ ആൾക്കാർ ഇങ്ങനെ ഒരിക്കലും ആവശ്യമുണ്ട്. പിന്നെ അച്ഛാ ഇതിനകത്ത് വലിയൊരു ഗുണമെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ 99 രൂപ കൊടുത്തിട്ട് ഇങ്ങനൊരു സാധ്യത വെക്കുന്നതെന്ന് പറയുമ്പോൾ പല സ്ഥലത്തും നമുക്ക് ഇഷ്ടപ്പെട്ട് സെലക്ട് ചെയ്യാം. കാരണം ലോകത്തെല്ലാ സ്ഥലത്തും ഉള്ളതല്ലയോ സാധ്യതയുള്ളത്. നിങ്ങൾക്ക് നേരിട്ട് വിളിക്കുകയും ചെയ്യാം. അതെ, ഈ ജോലിക്ക് വരുന്ന വ്യക്തിക്ക് കമ്പനിയിലേക്ക് പോലും വിളിക്കാം. എന്തോരം കോള കമ്പനിക്കാർക്ക് കിട്ടണമെന്നറിയപ്പോ. പക്ഷെ അവർ അതിന് ആൾക്കാരെ വെച്ചിരിക്കുകയാണ്. അവർ സോർട്ട് ചെയ്തിട്ടാണ് നിങ്ങൾ ജോലിക്ക് ക്ഷണിക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ കേരളത്തിലെ യുവതീ-യുവാക്കൾക്ക് ജോലിയില്ല എന്ന് പറയാൻ പാടില്ല. നിങ്ങൾ അപ്ലൈ ചെയ്തിട്ട് ഒരു 100 അപ്ലിക്കേഷൻ കഴിഞ്ഞിട്ട് പറഞ്ഞു എനിക്ക് കിട്ടിയില്ല എന്ന്. ഇനി നമ്മൾ കിട്ടിയ ജോലിക്കാരെ കൊണ്ട് ഒരു സംഗമം വയ്ക്കാൻ ഉദ്ദേശിക്കുന്നു. അത് തീർച്ചയായും ചെയ്യണം. അപ്പൊ എന്തുണ്ടാവുന്ന വെച്ചാല് ജനങ്ങൾക്ക് അവിടെ പറച്ചിലല്ലടാ, ജോലി കിട്ടിയിടാ. എടാ അവര് പറയും അതായത് എനിക്ക് ആദ്യത്തെ ശമ്പളം ഞാനൊരാൾക്കാർ കൊടുക്കുന്നുണ്ട്, ആർക്കെങ്കിലും കൊടുത്തിട്ട് നമുക്ക് വേണ്ട. അതെ, അടുത്ത വീഡിയോയില് ജോലി കിട്ടിയവരുടെ ഒരു കൂട്ടായ്മ ഉണ്ടാവണം. അതാണ് ഞാൻ പറയുന്നത്. നമ്മുടെ കേരളം ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബഹുമാനിക്കുകയും വിലമതിക്കുകയും ചെയ്യണം. ഒരാൾ ജോലിക്ക് കൊടുക്കുന്ന ആൾ മുതലാളിയല്ല, അവനൊരു തൊഴിലാളിയാണ്. ജോലി ചെയ്യുന്ന വ്യക്തി അവൻ തൊഴിലാളിയല്ല, അവനും ഒരു മുതലാളിയാണ്. ഇവിടെ മുതലാളി തൊഴിലാളിയല്ല, നമ്മൾ സഹോദരങ്ങളാണ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ജോലികൾ ചെയ്ത് പരസ്പരം സഹായിച്ച് അതാണ് ജീവിതം. അപ്പം അത് പലപ്പോഴും ആൾക്കാരാണ് ചിന്തിക്കുന്നത്, നീ എൻ്റെ അടിമയാണ്, നീ എൻ്റെ ദാസനാണ്. അങ്ങനെയൊന്നല്ല. നല്ല തൊഴിലാളി മുതലാളി ബന്ധം എന്നൊക്കെ നമ്മൾ പറഞ്ഞില്ലേ, അതാണ് വേണ്ടത്. അപ്പോൾ ജോലി കിട്ടുന്ന ആൾക്കാരോട് പറയാനുള്ളത്, ജോലി ചെയ്യണോടത്ത് വല്ല പണി എടുത്തോളൂ കേട്ടോ. കുറെ കഴിയുമ്പോൾ ജോലി കിട്ടി അന്ന് എനിക്ക് ഇനി എപ്പോഴും ലീവ് എടുക്കുന്ന ആവരുത്. നല്ല ജോലി ചെയ്ത് അധ്വാനിച്ചിരിക്കുന്ന ചെറുപ്പക്കാരാകാൻ 99 രൂപ മുടക്കിയാൽ നിങ്ങളുടെ വാതിൽ പടിക്കൽ എത്തിയിരിക്കുന്നു നിങ്ങൾക്കായി ഒരു തൊഴിലവസരം.